ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഇടയിൽ ഇത് ചേർക്കാനായിട്ട് ചെറിയൊരാളും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർക്കാട്ടോ, ഒരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് നാരങ്ങൻ്റെ നീര് ചേർക്കുന്നുണ്ട്, ഒരു പുളിയും വേറൊരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു നാരങ്ങൻ്റെ നീര് മൊത്തം ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണൊക്കെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മളെ ഈ മസാലയ്ക്ക് ഈ ചിക്കനിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് ഫ്രൈ ചെയ്താൽ മതി. ഇനി ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട്, അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളെ പൊരിക്കാനുള്ള ചിക്കൻ ഓരോന്നായിട്ട് ചേർത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ആദ്യം ലോ ഫ്ലെയിമിലാക്കിയിട്ട് പിന്നെ ഹൈ ഫ്ലെയിമിലാക്കി പൊരിച്ചെടുത്താൽ മതി. അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. നല്ല ക്രിസ്പിയൊക്കെ ആയിട്ടുള്ള തേങ്ങൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഉള്ളതാണ് കേട്ടോ. പിന്നെ ഇതൊരു 1/4 ഭാഗം വെന്ത് വരുമ്പം ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ കുറച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചും മറിച്ചിട്ടിട്ടൊക്കെ വേണം ഇത് വേവിക്കാനായിട്ട്. കറിവേപ്പിലേൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ ആ ഒരു മണവും ടേസ്റ്റൊക്കെ വരുമ്പോൾ ചിക്കൻ ഒന്നുകൂടി ഒരു ടേസ്റ്റി ആവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക കേട്ടോ. സാധാരണ നമ്മൾ ചിക്കൻ പൊരിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായത് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്.